ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എവിടെ അമ്മ? എവിടെ തല മാറ്റി ഇവരിപ്പോ കഴിഞ്ഞ ദിവസങ്ങളായിട്ട് ഇപ്പൊ നമ്മളെ കൂട്ടാണ്ട് വീഡിയോ എടുക്കുന്നത് എന്താ പറയാ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല നേരത്തെ. അതെ, ഇപ്പൊ ഞങ്ങൾ വീഡിയോ എടുക്കാൻ വന്നു. എന്ത് വീഡിയോ എടുക്കണത് കണ്ടോ? എന്ത് വീഡിയോ ഇതാണ് വീഡിയോ. കഴിഞ്ഞ ദിവസം മുന്നിൽ തന്നെ കൂട്ടാണ്ട് വീഡിയോ എടുക്കാൻ തുടങ്ങി. ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോ വീണേന്റെ ഞാൻ അറിയണത് വീഡിയോ മീൻ പെട്ടെന്നോട് എന്റെ അടുത്ത് ജസ്റ്റ് ഒന്ന് കാണിച്ചായിരുന്നു, ചോറിനോട് തന്നെ ഒന്ന് കാണിച്ചായിരുന്നു. പേര് എന്ത് ഇട്ടിട്ട് പോയാറില്ല, നിന്നൊന്നും മനസ്സിലാക്കുന്നത് ഇവിടെ തന്നെ ഉണ്ടെന്നൊന്നും എല്ലാവരും അറിയണം. നൈസായിട്ട് കയറ്റിക്കൊണ്ടേ ഞാനിവിടെ ഉണ്ടെന്ന് അറിയിച്ചിട്ട് ഇവരാണ് ഫുള്ള് ഒതുക്കിയാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ട് കണ്ണൻ നൈസായിട്ട് അങ്ങ് ഒഴിവാക്കി അങ്ങോട്ടേ എന്തെങ്കിലും വീഡിയോ എടുക്കുന്നു. ഇന്നും വന്ന് കറക്റ്റ് സമയത്ത് ശരിയല്ല, ശരിക്കും ഉണ്ടാവൂലായിരുന്നു. കറക്റ്റ് ടൈമില് വന്ന് എനിക്ക് പോകാനായിട്ട് വണ്ടിയും കൊണ്ട് പെട്ടെന്ന് വന്നോണ്ട് ഇത് കയറിപ്പോയതാണ്. അമ്മ ഇപ്പൊ ഈ നേരത്തെ പോണത് സമയം നോക്കിയേ ഒന്ന് കാണിച്ചേ. 9 മണി. ഞാൻ എന്നാ എപ്പോഴാണ് പോയിരുന്നത് എല്ലാവർക്കും അറിയാം. 6 മണിക്ക് പോയി, 6:30 7 മണിക്ക് 7:15 7:30 പോയി. ഇപ്പൊ 9 മണിയായി, ചിലപ്പോൾ 10 മണിയാവും. ഇന്നലെ പോയത് ഞാൻ ഇന്നലെ ആ ക്യാൻഡിൽ കറക്റ്റ് നേരത്തെ എത്തി. 1:30 മണിക്ക് വെച്ചു. സംഭവം എന്ന് വെച്ചാല് ഇനിത്തെ ദിവസങ്ങളിൽ എന്ന് വെച്ചാല് അമ്മ രാവിലെ പോയിട്ട് മാർക്കറ്റിൽ പോയിട്ട് സാധനം എടുത്ത് കൊടുത്തിട്ട് നേരെ വീട്ടിലേക്ക് പോരും. ഇനിയിപ്പോ അടുത്ത ദിവസം പോലും അങ്ങനെയാണ് കാര്യങ്ങള്. അപ്പൊ എല്ലാവരും വീഡിയോസിലും കമന്റ് ബോക്സ് എല്ലാവരെയും കാണുന്നുണ്ട്. പിന്നെ കൈ വേണ്ടിട്ടുണ്ടല്ലേ. അപ്പൊ കഴിഞ്ഞ ദിവസത്തെ വീഡിയോസിലൊക്കെ അവൾ കൈ വേണ്ടപ്പോ ഫോണോട് മേടിച്ചേണ്ട. കഴിഞ്ഞ ദിവസത്തെ വീഡിയോസിലൊക്കെ കുറെ പേരുടെ കമന്റ് കണ്ടിട്ടുണ്ടായിരുന്നു. കുറെ എല്ലാം നല്ല സന്തോഷമുള്ളത് എല്ലാവർക്കും അല്ലേ. അതെ, കൊറേ നാളത്തെ നമ്മുടെ കമന്റ് ബോക്സ് ഒക്കെ ഒന്ന് ഓണായി, ഭയങ്കര സന്തോഷം. പണ്ടത്തെ വിട്ട് നിങ്ങൾ എന്ത് പറയുമ്പോൾ ഒപ്പം പറയുള്ളൂ കേട്ടോ, അതിനൊക്കെ ഒരു മാറ്റമില്ല. ശ്രുതി ഇങ്ങനെ പറയുമ്പോഴേക്കും എനിക്കിങ്ങനെ പറയാൻ പറ്റും. അമ്മ എന്തെങ്കിലും പറയുമ്പോ ഞാനിപ്പുറത്തൊന്നും പറയും. അപ്പൊ വീഡിയോ എല്ലാവർക്കും എത്തിക്കൊണ്ടിരിക്കണമെന്ന് മനസ്സിലാവുന്ന അറിയുമ്പോ അതെ. പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളുടെ ഈ പരിപാടികളിലൊക്കെ ആൾക്കാർ എല്ലാവരും വന്നില്ലെങ്കിൽ പോലും എല്ലാവരും ഉണ്ടായിരുന്ന പോലെ തന്നെ കമന്റ് ബോക്സിൽ നമ്മൾ കണ്ടപ്പോൾ അത് സന്തോഷം അല്ലേ. പിന്നെ കമന്റ് ബോക്സില് എന്നെ ചോറ്റാനിക്കൽ അമ്പലത്തിൽ വെച്ച് ചോറ്റാനിക്കൽ അമ്പലത്തിൽ വെച്ച് കണ്ടെന്ന് പറഞ്ഞു. ഇൻസ്റ്റാഗ്രാമിലുണ്ടായിരുന്നു. ഏത് ഗ്രാമമാണ് ഇത്? അപ്പൊ സംഭവം അങ്ങനെ വിശേഷങ്ങൾ. അപ്പൊ ഇപ്പതേ സർക്കനെ കാണാത്ത വരുന്നത്. സർക്കന്റെ അവിടെ സൈലന്റ് ആയിട്ടൊന്ന് ഉറങ്ങിട്ടോ. അപ്പൊ ഒരാളകത്തിരിക്കണ്ടാ, സൈലന്റ് ആയിട്ട് ഒരാൾ. പിന്നെ വന്നാലും ഇനി പിണങ്ങോ ഇല്ലെന്ന് ഇപ്പൊ കണ്ണൻ തന്നെ വന്നിട്ട് ഞങ്ങൾ അപ്പൊ ഗൈസ് എല്ലാവരും കളർഫുൾ ആയിട്ട് നിൽക്കുകയാണ്. അവിടെ വലിയ അവിടെ ഇരിപ്പുണ്ട്. അപ്പൊ അവിടെ ഇരിപ്പുണ്ട്. ഇനി ഒരാളോട് കാണണ്ടെന്ന് വെച്ചാൽ അതെ. അപ്പൊ ഒരാളോട് കാണണമെങ്കിൽ ഒരാളകത്തിരുന്ന് ഉറങ്ങി പിന്നെ കാണിച്ചു തരാം അതൊക്കെ. അപ്പൊ ഇന്നത്തെ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫിലേക്ക് നമുക്ക് കിടക്കുന്നത് ബാക്കി വിശേഷങ്ങൾക്ക് ഇങ്ങനെ പുറകെ കാണാൻ പറ്റും അല്ലേ. എല്ലാവരും ഹാപ്പി ആയിട്ടൊക്കെ ഇരിക്കുന്നത്, ഞങ്ങൾ ഹാപ്പി ആയിട്ടിരിക്കണ്. പിന്നെ ഞാൻ ഇപ്പൊ പോകാൻ വേണ്ടിട്ട് ബാക്കി ഉള്ള വീഡിയോ ഒക്കെ ശ്രുതി എടുക്കും കൊച്ചിനെ കാണിച്ചിട്ട്. പിന്നെ എനിക്ക് അതിന് മുമ്പ് പറയാനുള്ളത് നമ്മുടെ കൈകൊട്ടിക്കളി പിന്നെ എല്ലാം സെറ്റാക്കി വെച്ചേക്കാണ്. എവിടെയെങ്കിലും ഒക്കെ പ്രോഗ്രാം അവതരിപ്പിക്കണമെങ്കിൽ ഞങ്ങൾ വിളിച്ചാൽ മതി. അത്യാവശ്യം കുറച്ച് സ്ഥലങ്ങളിലൊക്കെ കളി വന്നിട്ടുണ്ട്. അപ്പൊ അതിന്റെ സ്ഥലങ്ങളും കാര്യങ്ങളൊക്കെ അടുത്ത വീഡിയോസും കാര്യങ്ങളൊക്കെ അതിന്റെ അടുക്കാറാകുമ്പോ പറയാം. അല്ലെങ്കിൽ നിങ്ങൾ മറന്നു, നമ്മൾ മറന്നു. അതെ, ഇപ്പൊ ഓണ സീസണിലെ കളിയൊക്കെ നമ്മള് സെറ്റാക്കി വെച്ചേക്കാണ്. അപ്പൊ എവിടെയെങ്കിലും ഒക്കെ ക്ലബിന്റെ പരിപാടി എന്ത് പരിപാടിക്കാണെങ്കിലും നമ്മൾ വന്ന് നടത്തും. കൈകൊട്ടി അടിച്ചു പൊളിച്ചു തരും. പരിപാടി അടിച്ചു പൊളിച്ചല്ലേട്ടാ, തരും. അതെ. അപ്പൊ എവിടെയെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ വിളിക്കണം കേട്ടോ. അപ്പൊ നമ്പർ ഇതില് തരുന്നില്ല. എന്റെ നമ്പർ നമ്മുടെ നമ്പർ തന്നേക്കാട്ടാ. വീഡിയോയില് ഇപ്പൊ ഒരു അവസരം കിട്ടിയപ്പോ കേറണം. ഇത്രയും നാളൊരു വീഡിയോ എടുക്കുന്ന കാണാതെ കണ്ണം വരൂല. എടുക്കാമെന്ന് പറയും. ഇപ്പൊ ഞങ്ങൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയപ്പോ വീഡിയോ ഒന്നും പോണില്ല. എക്സ്പ്രഷനാണ് കാണുന്നത്. അപ്പൊ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് കടക്കാം അല്ലേ. അപ്പൊ അമ്മയൊക്കെ പോയി. അപ്പൊ ഞങ്ങളൊന്ന് സ്ഥലത്ത് പോകുന്നത് കാണിച്ചു തരാം. ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കേണ്ടാണ്. റെഡി ആയിക്കൊണ്ടിരിക്കുന്നല്ലേ. റെഡി ആവണം. കാര്യം വാക്സിനും ഫാനിട്ടേക്കില്ലേ, നല്ല സൗണ്ട് ഉണ്ടാവില്ലേ.
ഞങ്ങളേ ഇന്ന് എവിടെ പോണു സുധി? വാക്സിൻ എടുക്കാൻ പോയത്. അതെ നമുക്ക് മതിയെ ഇവിടെ അതിന് പിന്നെ ശക്തി സുന്ദരനാക്കി കണ്ട കുടിക്കുന്ന ടാറ്റ പോവട്ടെ നമുക്ക്. ബൈ ബൈ. സർക്കനീസ് കം ബാക്ക്. ഞങ്ങൾ ടാറ്റ പോണി ഇനിയിപ്പ സ്റ്റിയറിംഗ് നോക്കിയിരിക്കും കുറെ നേരം. ഞാൻ ഇത് കെട്ടിട്ട് അങ്ങനെ പടന്നെ എടുത്തോട്ട് പോകുന്നു. അത് കാരണം ഇപ്പൊ ഞാൻ പിടിക്കാ കൊച്ചിനെ. കൊച്ചിനെ പിടി. അപ്പൊ ഞങ്ങൾ വാക്സിൻ ഒക്കെ എടുക്കാൻ പോയി. അവിടെ അവർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞ വീഡിയോ എടുക്കാൻ പാടില്ലെന്ന് പറഞ്ഞു. കഴിഞ്ഞ വീഡിയോ എടുത്തു കഴിഞ്ഞപ്പോ ആരോ കണ്ട് അവരുടെ അടുത്ത് ചോദ്യം ചെയ്യുന്നു പറഞ്ഞല്ലേ. അതെ. അപ്പൊ നമ്മളോട് വീഡിയോ എടുക്കണം എന്നിട്ട് നമ്മൾ എടുത്തില്ല. അവിടെ ചെന്നത് പിന്നെ കാണിച്ചില്ല. പിന്നെ ചങ്ങി കയറി പൊളിക്കായിരുന്നു. അതുകൊണ്ട് കാണിക്കാൻ പറ്റില്ല. അയ്യോ ഇത്തവണ എല്ലാ പ്രാവശ്യവും വാക്സിൻ എടുക്കുമ്പോൾ അത്ര അങ്ങനെ ആദ്യത്തെ പ്രാവശ്യത്തെ ഉറങ്ങിപ്പോയി. രണ്ടാമത്തേലും ഒരെണ്ണം ഉണ്ടായില്ല. ഇത്തവണ 3 എണ്ണം ഉണ്ടായി. ആളാണെന്നുണ്ടെങ്കിൽ ഭയങ്കര കരച്ചിലിറങ്ങി. എനിക്കിങ്ങനെ എന്ത് ചെയ്യണമെന്നായി പോയാ. എന്നെ മാത്രമല്ലേ കയറ്റുള്ളൂ. അതെ എന്റെ അടുത്ത് ഞാൻ പിന്നെ ചോദിച്ചു ഒന്ന് കയറ്റോ ഇല്ലെന്ന് പറഞ്ഞു. ആജി ഞാൻ വീഡിയോ കാണി ശരിയല്ലേ ശരിയല്ല അങ്ങനെ വീഡിയോ എടുക്കരുതെന്ന് പറഞ്ഞാൽ ഏത് മേളിലിരിക്കുന്ന ആരെങ്കിലും ആണെങ്കിലും അത് ശരിയല്ല കേട്ടോ. അത് നമ്മള് ഇഷ്ടം കൊണ്ടല്ലേ ഇതൊക്കെ അല്ലേ. അപ്പൊ അങ്ങനെയൊക്കെ കാര്യങ്ങളല്ലേ. അപ്പൊ കേറണ്ടെന്ന് പറഞ്ഞാൽ അങ്ങനെ ആരും കയറ്റണില്ല. പക്ഷെ എന്നാലും ഇങ്ങനെ ഇവന് ഇത്രയും നല്ല കരച്ചിലായിരുന്നു എന്റെ പൊന്നെ. പുറത്തുനിന്നിട്ട് എന്തോ ചേരുന്നറിയോ. പിന്നെ ആളെ ഇറങ്ങി കഴിഞ്ഞ ശേഷം എനിക്ക് തോന്നണേ ഒന്നാമത് എല്ലാവരും കൂടെ പിടിക്കണതും എന്തോ ചെയ്യാൻ പോവേണ്ടെന്നൊക്കെ പിള്ളേർക്ക് മനസ്സിലാവുമല്ലോ അതൊക്കെ. ഒന്നാമത് ആൾക്കാർക്കാണ് അതെ ആൾക്കാർ കൂടി കഴിഞ്ഞിട്ടുണ്ട് ഈ കൊച്ചിന് പ്രശ്നമാണ്. എന്നെപ്പോലെ തന്നെ എന്ത് ചെയ്യാനാണ്. അപ്പൊ ഇപ്പതേ വീട്ടിലേക്ക് വന്നേക്കേണ്ട. നമ്മളിവിടെ പെരുമ്പടന്നേലാണ് പോയത്. അപ്പൊ ഞാനിപ്പോ വൈകുന്നേരം അങ്ങോട്ടേക്ക് പോവുള്ളൂ. എന്നിട്ട് എന്താണ് ഇപ്പം ഒന്ന് മരുന്നൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോൾ ആ മരുന്ന് കുടിക്കാൻ ഒന്നാമത് ഇഷ്ടമല്ല. ഒരു ചൊവ്വില്ലാത്ത മരുന്നാണെന്ന് തോന്നുന്നത് പാരസെറ്റമോൾ. അത് ഈ ഇഞ്ചക്ഷൻ എടുത്ത് കഴിഞ്ഞ് കൊടുക്കണം. കഴിഞ്ഞ പ്രാവശ്യം ഇപ്പോൾ ഡോക്ടർ തന്നെ പറഞ്ഞ് അത്ര ടേസ്റ്റ് ഇല്ലാത്ത പിള്ളേർക്ക് ഇഷ്ടപ്പെടാത്ത മരുന്നാണെന്ന് തോന്നണമെന്ന്. അപ്പോൾ അത് കുടിക്കാനാണ് ഏറ്റവും പാട്. അരമണിക്കൂർ എടുക്കും ആ മരുന്നൊന്ന് കുടിച്ച് തീർക്കണമെങ്കിൽ. അപ്പം അങ്ങനെ അതിപ്പോൾ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും ഇപ്പം എന്തായാലും പനിക്കുമല്ല. അങ്ങനെയാണ് പറയണത്. അതെ അങ്ങനെയാണ് പറയപ്പെടുന്നത്. പണ്ട് കാരണവന്മാരെ പറഞ്ഞോണ്ടിരിക്കുന്നത് ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ പനിക്കും എന്നാണ് പറഞ്ഞത്. പനിച്ചാലാണ് വലിക്കണേന്നുള്ളതല്ലേ പറയുന്നത്. അതിൻ്റെതായ ലക്ഷണങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. എത്രത്തോളം അത് ശരിയാണെന്ന് അറിഞ്ഞൂടെ. ഇനിയിപ്പോ പനി വരുമ്പോഴാണ് നമുക്ക് അങ്ങനെ ഒരു ടെൻഷനൊക്കെ വന്നത്. ഇങ്ങനെ അയ്യോ എന്താണെന്നാവോ. പിന്നെ അവനൊരു വയ്യായികയൊക്കെ ആവുമല്ലോ ആൾക്ക് ഇങ്ങനെ പനിയൊക്കെ വരുമ്പോഴേക്കും. പിന്നെ വേദനയും ഉണ്ടാവും. 2 കാലിലും ഉണ്ട് കയ്യിലും ഉണ്ട്. അപ്പൊ അതിന്റെ വേദന നല്ലോണം ഉണ്ടാവും. 2 കാലിലുണ്ട് 1 കയ്യിലുണ്ട്. 2 കാലിലും 1 കയ്യിലുണ്ട്. നമുക്ക് മോളിച്ചിന്റെ ആളെ കാണിച്ചു കൊടുത്താലോ. ഉറക്കമായിട്ടുണ്ട്. അവിടെ താരാട്ട് പാട്ടിന്റെ ബഹളോയ്ക്കും ചാൻസ് ഉണ്ട്. നമുക്ക് പോയി നോക്കാം. പറഞ്ഞിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. നമുക്ക് മേലേക്ക് പോവാം. ഓക്കെ കമോൺ ബാ. അപ്പൊ നോക്കി നേരെ മുകളിലേക്ക് വന്നപ്പോ കയറി വന്നോ അത് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. ഉറങ്ങിയല്ലേ? അവിടെ ഉറങ്ങി ശാന്തരായിട്ട് ഉറങ്ങിയിരിക്കുന്നു. ഇപ്പൊ എനിക്ക് കഴിയുമ്പോ നൈസായിട്ടൊരു പനി ഉണ്ടാവും ചാൻസ് ഉണ്ടല്ലേ? പനി ഉണ്ടാവും എന്തായാലും ഉണ്ടാവുമല്ലോ. കാരണവന്മാരെന്താ പറയണത് ഇഞ്ചക്ഷൻ കഴിഞ്ഞ പനി ഉണ്ടാവും ഇങ്ങനെ പിള്ളേർക്ക് വിണ്ടൂലെന്ന് പറഞ്ഞേക്കാൻ. പനിക്കും. അവൻ ഞാൻ ശരിയായിട്ട് എടുക്കാൻ പോണം. ഞാൻ പോവാൻ പോണേ. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്. ഇത്ര ദിവസം വാവില്ലാണ്ട് എന്താണ് എങ്ങനെ ഉണ്ടായി? അതിനിപ്പോ വന്നപ്പോഴത്തേക്കും എന്നെ വേണ്ട അവനെടുത്തോണ്ട് പോയി. നന്ദുവില്ലല്ലോ ഇവിടെ. നന്ദുവില്ലാത്തോണ്ട് എല്ലാരും ഇല്ലാത്തോണ്ട് ആരും ഇങ്ങനെ ഇവിടെ പോയി കഴിഞ്ഞപ്പോ ആരും ഇല്ലാത്ത പോലെ ആയി പറഞ്ഞോണ്ടിരിക്കണേണ്. ഇടക്കിടക്ക് ഇങ്ങനെ വന്നോണ്ട് ഇപ്പൊ അടുത്ത ദിവസം കൂടെ വരും അല്ലേ? ഒരാഴ്ച നിക്കാൻ. എനിക്ക് മക്കളുണ്ട് സുഖമില്ലാതെ ഉറക്കമാണ്. എങ്ങടെങ്കിലും ഒക്കെ അനങ്ങുമ്പോഴേക്കും ഒരു വേദനയൊക്കെ ഉണ്ടാവുമല്ലോ. അതിന്റെയാണ് അങ്ങനെ ഇങ്ങനെ ഇതായിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഒന്ന് നോക്കട്ടെ. അതെ പിന്നെ ബാക്കി വിശേഷങ്ങൾ പിന്നെ കാണാം. ഹലോ അപ്പൊ ഇന്നലെ വാക്സിൻ ഒക്കെ എടുത്ത് വന്ന് ഇവിടെ നമ്മളെ എറിയത്തിങ്ങനെ ഇരിക്കേണ്ട. ഇപ്പൊ നമ്മളുടെ സ്ഥിരം ടൈം ടേബിൾ ഉള്ള ഹോബിയാണ് നമ്മുടെ സാറ് വിടുന്നത്. ഞങ്ങൾ നല്ല ഗുഡ് ബോയ് ആയി. വാക്സിൻ ഒക്കെ കഴിഞ്ഞ് ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷം ഞങ്ങളുടെ എല്ലാം മാറിയതിന് ശേഷം ബാക്കി ഞങ്ങൾ വീഡിയോ എടുത്ത് തുടങ്ങണതല്ലേ. ആള് ഇന്നലെ ഇത്തിരി ഡൗൺ ആയിരുന്നല്ലേ? ഇപ്പോഴും ഒരു നെയ്യ് ചൂടുണ്ട്. എന്നാലും അതെ ചെറിയ അല്ല കാരണന്മാര് പറയുമല്ലോ ചെറിയ പനി വേണമെന്ന്. നേരത്തോടെ നേരാവുന്ന കാരണന്മാര് ഓക്കെ നേരത്തോടെ നേരായപ്പോ കൊച്ചിന്റെ ഇതൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇപ്പൊ ഞങ്ങൾ ഹാപ്പി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഹായ് കൊടുത്ത്. അപ്പൊ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് അല്ലേ ശ്രുതി? അപ്പൊ ഞങ്ങളിങ്ങനെ കുറച്ചേരം ഇങ്ങനെ വാക്സിന് ബ്രേക്ക് ആണ്. 9 മാസത്തിൽ ആണെന്നാണ് അവിടെ അവര് പറഞ്ഞത്. അപ്പൊ ഇനി ഇന്ന് രാവിലെ മുതൽ ഭയങ്കര മഴയൊക്കെ ആയിരുന്നു. അപ്പൊ ഇങ്ങനെ നല്ല ഉറക്കമൊക്കെ ഉറങ്ങി ആളിവിടെ റെസ്റ്റ് ഒക്കെ എടുത്തിരിക്കണേ അല്ലേ?
എല്ലാവരും സന്തോഷമായിട്ട് പ്രതീക്ഷിക്കുന്നു. നമ്മളെ സന്തോഷമായിരിക്കും. നമ്മ ജോലിക്ക് പോയി അപ്പോൾ വരാറായിട്ടുണ്ട്. ഞാൻ അതേ പോകാറായിട്ടുണ്ട്. അപ്പോൾ നോക്കേണ്ട വിശേഷം പറയുന്നുണ്ട്. അതെ. അപ്പോൾ ചെക്കനൊക്കെ കിടന്ന് കളിക്കട്ടെ. അതിനകത്ത് കൊച്ചുകൂടെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ പ്രതീക്ഷിക്കുന്നു. അധികം വലിച്ചിട്ട് കൊണ്ടുള്ള അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.